ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഗസ്റ്റ് ഒരു 11 മണി ഒക്കെ ആകുമ്പോഴേക്കും എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ആരുമല്ല കേട്ടോ, മോളുടെ ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ കുറച്ച് തിരക്കുകളൊക്കെയാണ് കേട്ടോ. അപ്പൊ രാവിലെ അച്ചുവിനെ സ്കൂളിലേക്ക് വിടാനുള്ള തിരക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ വീഡിയോയിൽ കാണാം. അപ്പൊ ഇന്ന് വരുന്ന ഗസ്റ്റ് മോളുടെ ഇപ്പോഴത്തെ പുതിയ ഫ്രണ്ടാണ് കേട്ടോ, കോളേജിലുള്ള ഫ്രണ്ടാണ്. അപ്പൊ ആ കുട്ടി ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നൊരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെന്താ, ഇനിയിപ്പോ പുറത്തേക്ക് പോകാനൊക്കെ ഉണ്ട് കേട്ടോ. അച്ഛനുണ്ട്, സ്കൂളിലേക്ക് വിട്ടിട്ട് വേണം കടയിലൊക്കെ പോവാണ്ട്. അവിടേക്ക് പോയി വന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ദാഹം കേട്ടോ, കട്ടൻ ചായ കുടിക്കണമെന്ന് ഭയങ്കര ഒരു പൂതി. അപ്പോൾ പിന്നെ അര ഗ്ലാസ് കട്ടൻ ചായ അങ്ങ് ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ഫ്രൈഡ് റൈസും ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള സവോളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ തൊലി കളഞ്ഞിട്ട് ഇന്നലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കട്ടൻ ചായയൊക്കെ ആദ്യം തന്നെ കുടിച്ചുട്ടാ. എന്നിട്ടാണ് എനിക്കൊരു ഉഷാറ് കിട്ടിയത്. അപ്പോൾ ഇന്നലെ രാത്രിയിലാണ് അവളുടെ കൂട്ടുകാരി വരുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കറി ഉണ്ടാക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ഫ്രൈഡ് റൈസിൻ്റെ ബസ്മതി റൈസൊക്കെ കടയിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ അച്ചുവിനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണമല്ലോ. അപ്പോൾ കയ്യിൽ കുറച്ച് ബർക്കത്തിൻ്റെ അരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് അച്ചുവിനൊരു നെയ്ച്ചോറ് ഉണ്ടാക്കി. പിന്നെ ഇന്ന് ബന്നാണ് രാവിലെ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ എന്നുണ്ടാക്കുന്ന പോലെ ബർഗർ പോലെ ഉണ്ടാക്കൂലേ, അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്കുള്ളൊരു മസാലയൊക്കെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ക്യാബേജും എല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ഫില്ലിംഗ് ആയിരുന്നേ. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഭയങ്കര വെളിച്ചമാണ് കേട്ടോ. അപ്പോൾ ഇതാ ബന്നൊക്കെ ബട്ടറിൽ ടോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുഭാഗം അങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. എളുപ്പം പണി കഴിഞ്ഞല്ലോ. അപ്പോൾ രാവിലത്തെ കാര്യം കുട്ടികൾക്ക് ഉഷാറായിട്ട് നടക്കുകയും ചെയ്യും. ഞാൻ ഒരു ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഗോതമ്പ് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രൈഡ് റൈസിക്ക് വേണ്ട ചിക്കൻ കറി ഉണ്ടാക്കാനേ ചിക്കൻ നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ റൈസ് മാത്രമേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കറിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എന്നാൽ അച്ചുവിനെ നെയ്ച്ചോറിലേക്ക് ആ കറിയും കൊടുത്താക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ അപ്പോഴേക്കും നേരം പെട്ടെന്ന് അങ്ങ് പോയി. അപ്പോൾ പിന്നെ തിരക്ക് പിടിച്ചിട്ട് കറി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് 2 പീസ് വീണ്ടും ഞാൻ എടുത്തു കേട്ടോ. എന്നിട്ട് ചെറിയൊരു മസാല ഉണ്ടാക്കിയിട്ട് അവനൊരു കുഞ്ഞ് ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അവനെ നെയ്ച്ചോറിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവൻ പോയതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ പൊരിച്ചിട്ട് വേണം കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത്ര ടൈം നമുക്ക് കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കാര്യം ആദ്യം സെറ്റാക്കിയിട്ടാണ്. പിന്നെ അവന് പോകാനായപ്പോഴേക്കും നെയ്ച്ചോറൊക്കെ അവൻ്റെ പാത്രത്തിലാക്കി ചിക്കൻ കറി ഒക്കെ ആക്കി കൊടുത്തു. പിന്നെ സവോള കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ അവനെ സ്കൂളിലേക്ക് അങ്ങ് പറഞ്ഞയച്ചു. അവനങ്ങ് പോയതിന് ശേഷം പിന്നെ നമ്മുടെ ചിക്കൻ കറിയുടെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് നേരത്തെ തന്നെ മസാലയൊക്കെ ചേർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഫുഡ് കളറും ചേർത്തെടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. പുറത്ത് നല്ല കാറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുറ്റത്ത് ഇന്നലെ അടിച്ചു വാരി തീയിട്ട മുറ്റാണ് കേട്ടോ. അത്ര ചവറ് വീണ്ടും വീണ് കിടപ്പുണ്ട്. അപ്പോൾ മോളുടെ അടുത്തേക്ക് വന്നപ്പോഴേ മോള് ഭയങ്കര ഉറക്കമാണ് കേട്ടോ. മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണേ. അപ്പോൾ അവളോട് നേരത്തെ എണീക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലായിടും ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യാനൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അടുക്കളയിൽ നിൽക്കുകയാണല്ലോ. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ അതിൻ്റെ ഒരു തിരക്ക് നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ തീർക്കാമല്ലോ. അവളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവൾ പറയുന്നത് ടൈം ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ കിടപ്പാണേ. അങ്ങനെ പിന്നെ അച്ചു സ്കൂളിൽ പോയതിൻ്റെ ശേഷം പിന്നെ നമ്മുടെ ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചു. അപ്പോൾ അച്ചു ഒരു ബണ്ണ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം ഒരു പകുതി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് വൈകുന്നേരം വരെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബണ്ണ് അങ്ങിരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ചപ്പാത്തി മാവ് അതേപോലെ ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റി വെച്ചു. പിന്നെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ പോയില്ല കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേ പിന്നെ വേഗം ചിക്കനൊക്കെ പൊരിക്കാൻ നിന്നു കേട്ടോ. എന്നിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് കടയിൽ പോകാനായിട്ട്. അപ്പോൾ ചിക്കനിലേക്ക് വേണ്ട സവോളയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. ചിക്കനൊക്കെ വറുത്തെടുത്തപ്പോൾ പിന്നെ വേഗം കറിയിലേക്ക് വേണ്ട മസാലയൊക്കെ ഇതുപോലെ വഴറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് നല്ല തിളച്ച വെള്ളം മസാലയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആ മസാല ഒന്ന് കുറുകി വരുമ്പോൾ വേണം നമ്മുടെ ഈ പൊരിച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. 3/4 ഭാഗം നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ടുള്ളൊരു വേവ്
വേവും കൂടി വേണ്ടുള്ളൂ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കിയും കൂടെ അങ്ങ് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ഇട്ടാ. കറി ആയപ്പോൾ ഞാനത് ഓഫാക്കിയിട്ട് കടയിലേക്ക് പോയി വന്നിട്ട് പിന്നെ പാലൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ആ കുട്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഷേക്ക് അടിച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയിട്ടോ. അപ്പോഴാണ് ആ കുട്ടി ഇവിടെ എത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ മോള് അവളെന്നെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും വന്നു. സന്തോഷം. മോളന്ന് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രണ്ട്സിനോട് വീട്ടിലേക്ക് വരാൻ പറയാറുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നലെ രാത്രിയിലാണ് പിന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്തത് ഇന്ന് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. അവളുടെ സ്കൂളിലത്തെ ഫ്രണ്ട്സും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ കോളേജിലത്തെ ഫ്രണ്ട്സൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഒരു ഷെയ്ക്കൊക്കെ അടിച്ചു കൊടുത്തു. ഒരു സ്പെഷ്യൽ ഷെയ്ക്കായിരുന്നു കേട്ടോ, അതിൽ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ടുള്ളൊരു ഷെയ്ക്കായിരുന്നേ. അങ്ങനെ പിന്നെ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഭയങ്കര കഥ പറച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു നമ്മുടെ TV-യിൽ. പിന്നെ അപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നത് കേട്ടോ. ഒരു 11:30 ആകുമ്പോഴാണ് മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ 1:15 ആയപ്പോൾ ഭക്ഷണമൊക്കെ ഞാൻ കൊടുന്ന് വെച്ചു. അവർ സാവധാനം ഇരുന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പിന്നെ കച്ചമ്പർ മാങ്ങച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കൊടുന്ന് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോഴേ രണ്ടെണ്ണത്തിനും കാണാനില്ല കേട്ടോ. അപ്പോൾ മുറ്റത്തേക്ക് പോയപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞ് അവൾക്ക് വിളമ്പി കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരാകുമ്പോൾ അവരുടെ ആ ഒരു എൻജോയ്മെൻറ്റ് നമ്മൾ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് കേട്ടോ, അമ്മ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, നിങ്ങൾ രണ്ടുപേരും സാവധാനം സംസാരിച്ചിട്ടൊക്കെ കഴിച്ച് എണിച്ചാൽ മതി, ഞാൻ പിന്നീട് ഇരുന്ന് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ടിരുന്ന് കഴിച്ചിട്ടാ. അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ടുപേരും ഭയങ്കര സംസാരമായിരുന്നു കേട്ടോ. എൻ്റെ മോളുടെ സംസാരമൊക്കെ കേൾക്കണമെങ്കിൽ അവളുടെ ഫ്രണ്ട്സ് വരണം, എന്നെങ്കിലേ അവളുടെ ശബ്ദമൊക്കെ പുറത്തേക്ക് വരുള്ളൂ കേട്ടോ. നമ്മൾ തന്നെ അതിശയിച്ച് പോകും, ഇതിന് ഇത്രയും സംസാരിക്കാനൊക്കെ അറിയായിരുന്നോ എന്ന് വരെ ചിന്തിച്ച് പോകും കേട്ടോ. അത്രയും സംസാരിക്കും ഫ്രണ്ട്സിൻ്റെ അടുത്ത്. അവരെ ഫുഡടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനും കഴിച്ചു. അങ്ങനെ പിന്നെ ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ പോയി കേട്ടോ. അപ്പോൾ അവർ മുകളിലെ റൂമിൽ കഥ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 4:30 ആയപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ ആ കുട്ടി അങ്ങനെ അവിടെ നിന്ന് അതിൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എണിച്ചിട്ട് ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവച്ച് കൊടുത്തു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. എന്നിട്ടാണ് മറ്റേ കുട്ടിയുടെ വീട്ടിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് പോയത്. എന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന കുട്ടി അതിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ മോളിങ്ങോട്ട് തിരിച്ചു വന്നു. പിന്നെ ആ കുട്ടി വീട്ടിലെത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്